ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം എന്ന് പറയുമ്പോൾ ഏഴരശനി, അഷ്ടമശനി, കണ്ടകശനി എന്നീ ശനിദോഷങ്ങൾ മാർച്ച് 7 മുതൽ മാറിക്കിട്ടുന്നു എന്ന് പറയുമ്പോൾ ശനിയുടെ ബലം കുറയുന്ന ഒരു സമയമാണ്. ഏകദേശം 35 ദിവസം. ഈ ഒരു സമയത്ത് ഈ ദോഷങ്ങൾ അനുഭവിക്കുന്ന 7 രാശിക്കാർക്ക് നല്ലൊരു സമയം തെളിഞ്ഞു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതായത് 2026 മാർച്ച് 7 മുതൽ 7 രാശിക്കാർക്ക് ശനിയുടെ ഒരു വലയത്തിൽ നിന്ന് മുക്തിയുണ്ടാകുന്ന ഒരു അവസ്ഥ സംജാതമാവുകയാണ്. ശരിക്ക് പറയുമ്പോൾ ശനി ആദിത്യനുമായി വളരെ തൊട്ടടുത്ത് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ശനിയുടെ ശക്തിയിൽ വളരെയധികം കുറവ് സംഭവിക്കുന്നൊരു സമയമാണ്. ഇതുമൂലം 7 രാശിക്കാർക്ക് ശനിദോഷങ്ങളിൽ മുക്തി നേടുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ശനി എന്ന് പറയുന്നത് തന്നെ കർമ്മകാരകനും പാപഗ്രഹവുമാണ്. അതിൽ ശനിയുടെ ബലം കുറയുമ്പോൾ ഈ പറഞ്ഞ ശനിദോഷങ്ങൾ അനുഭവിച്ച് വരുന്ന ജാതകർക്ക് ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക, അല്ലെങ്കിൽ സമാധാനം കൈവരിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. കഷ്ടപ്പാടുകൾക്ക് അവസാനം കാണുവാൻ സാധിക്കും. ആയതിനാൽ ഈ ഒരു സമയം നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് നിലവിലെ ദശ, അന്തർദശ, അപഹാരം, ഗ്രഹങ്ങളുടെ അവസ്ഥ എന്നിവയൊക്കെ മനസ്സിലാക്കി വേണ്ടുന്ന രീതിയിലുള്ള ഗ്രഹദോഷ പരിഹാരങ്ങളൊക്കെ നടത്തുന്നത് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. ഏകദേശം 35 ദിവസത്തോളമായിരിക്കും ശനിയുടെ ഈ ബലം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയം. അത് കഴിയുമ്പോൾ ശനി വക്രഗതിയിൽ സഞ്ചരിക്കും. അപ്പോഴും ഈ അനുഭവിക്കുന്ന ദോഷഫലങ്ങൾ കുറഞ്ഞു തന്നെ ഇരിക്കും. വക്രഗതിയിൽ കുറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. നേർരേഖയിൽ സഞ്ചരിക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് എഫക്റ്റീവ് ആവുന്നത്. ഈ ഒരു സമയം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക. ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങൾ നടത്തി മുന്നോട്ട് പോവുക. ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. ഇതോടൊപ്പം ശനീശ്വര പൂജ നടത്തുക. അതോടൊപ്പം നവഗ്രഹ പൂജ കൂടി നടത്തി മുന്നോട്ട് പോവുക. ഫലങ്ങൾ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഒരു മനുഷ്യജാതകത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ തലവര മാറുവാൻ ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ട, വർഷങ്ങളോ മാസങ്ങളോ ഒന്നും വേണ്ട. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് കാര്യങ്ങളൊക്കെ മറിയും എന്നുള്ളതാണ്. ഒരുവനെ കൊണ്ട് പറ്റാത്തതായി ഒന്നും തന്നെ ഇല്ല. നിങ്ങളെ കൊണ്ട് പറ്റാത്തതായി ഒന്നും തന്നെ ഇല്ല. പക്ഷേ അത് ആരും അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ശ്രമിക്കുന്നവർക്ക് മുന്നേറ്റങ്ങളുണ്ട്. വളരെ വലിയ പരാജയങ്ങളൊന്നും സംഭവിക്കുന്നുമില്ല. ഇവിടെ ശുഭഫലങ്ങൾ ലഭിക്കുന്ന, ഈ ശനിയുടെ ബലം കുറയുന്നത് മൂലം ശുഭഫലങ്ങൾ ലഭിക്കുന്ന 7 രാശികളിൽ ആദ്യമായിട്ട് വരുന്നത് മേടം രാശിയാണ്. ഇത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ 7 രാശി പറയുന്നത് ഓർഡറല്ല, 7 രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത്. 12 രാശിയിൽപ്പെട്ട 7 രാശിയിലാണ് വരുന്ന ജാതകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പലരും മെസ്സേജിൽ ചോദിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ചിങ്ങരാശിയെ ഇല്ലെങ്കിൽ കന്നിരാശിയായിരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരാളുടെ കമൻ്റാണ് ചിങ്ങരാശി എവിടെയിടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ചിങ്ങരാശിക്കാർക്ക് ഇല്ല എന്നുള്ളതാണ്, മനസ്സിലാക്കാതാണ് ഈ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഓർഡറിലല്ല പറയുന്നത്. അപ്പോൾ ഇവിടെ ശുഭഫലങ്ങൾ ലഭിക്കുന്ന 7 രാശികളിൽ ആദ്യമായിട്ട് വരുന്നത് മേടം രാശിയാണ്. ഈ രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത്. ഈ നക്ഷത്രക്കാർ നിലവിൽ 7 ശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ മേടം രാശിക്കാരെ സംബന്ധിച്ച് ശനി 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവിൽ മനോവിഷമങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നൊരു സമയമാണ്. സന്താനങ്ങളുടെ കാര്യത്തിലോ മാതാപിതാക്കളുടെ കാര്യത്തിലോ ജീവിത പങ്കാളിയുടെ കാര്യത്തിലോ ഒക്കെ ഉത്കണ്ഠയും മനോവിഷമങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു സമയവും, ചെറിയ രീതിയിലുള്ള ശാരീരിക വിഷമതകൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവയൊക്കെ അനുഭവത്തിലുണ്ടായിട്ടുള്ള സമയം കൂടിയാകുന്നു. 2026 തുടക്കം മുതൽ മേടം രാശിക്കാർക്ക്
സന്തോഷിക്കാനാവുന്ന ഒന്നും തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഒറ്റപ്പെടലുകൾ, ഏകാഗ്രത കുറവ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വന്നിട്ടുള്ളത്. കൂടാതെ സ്വജനങ്ങളുടെ വേർപാട് എന്നിവയും ഈ ഫലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് മാർച്ച് 7 മുതൽ. നിലവിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ വിട്ടകന്നു പോകുന്നതാണ്. ജീവിതത്തിൽ വിജയം കാണുവാൻ സാധിക്കും. സാമ്പത്തികവും ദാമ്പത്യവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഉന്നതി പ്രതീക്ഷിക്കാവുന്നൊരു സമയവും ഉണ്ടാകുന്നു. ഇതൊക്കെ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതൊക്കെ വെളിച്ചത്തിലേക്ക് വരും. ഈശ്വര ചൈതന്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നൊരു സമയമായിരിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിപ്പെടുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രകാശം ഉണ്ടാവുകയും ഐശ്വര്യം, സമ്പൽ സമൃദ്ധി എന്നിവ കൈവരികയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഇവിടെ തുടർന്ന് വരുന്നത് മിഥുനം രാശിയാണ്. മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാരാണ് മിഥുനം രാശിയിൽ വരുന്നത്. മിഥുനം രാശിക്കാർക്ക് 10ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്താണ് കണ്ടകശനി ദോഷമായിട്ട് ശനി സഞ്ചരിക്കുന്നത്, ഇപ്പോൾ അനുഭവത്തിൽ നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥ നിലവിൽ നിൽക്കുന്നത് മൂലം കർമ്മമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവത്തിൽ വരാവുന്നൊരു സമയവും, ഏറ്റെടുത്ത പ്രവൃത്തികൾ ശരിയായി തീർക്കുവാൻ സാധിക്കാതെ വരിക, പ്രവർത്തനങ്ങൾക്ക് കാലതാമസം എടുക്കുക. ഇപ്പോൾ ചെറിയ ജോലികൾ ചെയ്യുന്നതിൽ പോലും ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ അതിനൊക്കെ സമയം വൈകി എത്തുക, ചെയ്യേണ്ട സമയത്ത്, തുടങ്ങേണ്ട സമയത്ത് അത് ചെയ്ത് തുടങ്ങുവാൻ സാധിക്കാതെ വരിക, സഹപ്രവർത്തകരെ ശരിയായിട്ട് നയിച്ചു കൊണ്ടുപോകാൻ സാധിക്കാതെ വരിക, ബിസിനസ്സിൽ കൃത്യസമയത്ത് തൊഴിലാളികൾക്ക് വേതനം കൊടുക്കുവാൻ കഴിയാതെ വരിക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മിഥുനം രാശിക്കാർ അനുഭവിച്ച് വരുന്നൊരു സമയമാണ്. അതിനോടൊപ്പം മാനസിക വിഷമങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ കൂടുതൽ വിഷമങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം മാറ്റം സംഭവിക്കുന്നൊരു സമയമാണ് മാർച്ച് 7 മുതൽ ഉണ്ടാകുന്നത്. നിലവിൽ അനുഭവിച്ച് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുവാൻ സാധിക്കും. വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. സാമ്പത്തികമായിട്ട് ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. കർമ്മമണ്ഡലം പുരോഗതി പ്രാപിക്കും. വിദേശ ജോലിക്കുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. കർമ്മമണ്ഡലവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണിത്. പിന്നെ തുടർന്ന് വരുന്നത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ വരുന്നത്. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ അഷ്ടമശനി അനുഭവിച്ച് വരുന്ന കാലമാണ്. നിലവിൽ ജീവിതത്തിൽ ഏതൊരുവിധ ഉയർച്ചയും ഉണ്ടാകാത്ത ദിവസങ്ങളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഔഷധ സേവ, ആശുപത്രിവാസം എന്നിവയൊക്കെ, മനോവിഷമം, സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നിവയൊക്കെ അനുഭവത്തിൽ വന്നിരുന്ന ഒരു സമയം. ചില നക്ഷത്രക്കാർക്ക് ആഹാരത്തിന് തന്നെ വഴിയില്ലായിരുന്ന സമയങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. വളരെയധികം കഷ്ടപ്പാടുകളാണ് ചിങ്ങം രാശിക്കാർ അനുഭവിച്ച് വന്നിട്ടുള്ളത്. പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും ശരിയായി വരാത്ത ഒരവസ്ഥയായിരുന്നു. കൂടാതെ കേസ് വഴക്കുകൾ, ഭൂമി തർക്കം, സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഫലമായിട്ടുള്ള ശത്രുത, ഇവയൊക്കെ അഷ്ടമശനിയിൽ ചിങ്ങം രാശിക്കാർ അനുഭവിച്ച് വന്നിരുന്നു. എന്നാൽ മാർച്ച് 7 മുതൽ ശനിയുടെ ബലഹീനത മൂലം ഈ അവസ്ഥയ്ക്കൊക്കെ, ഇതിൻ്റെയൊക്കെ വിപരീത ഫലങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മനോദുഃഖം മാറിക്കിട്ടും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെ തർക്കങ്ങൾ മാറിക്കിട്ടും. ഔഷധ സേവയിലൊക്കെ ഫലം കാണും. സാമ്പത്തിക പുരോഗതി, വിദ്യാപുരോഗതി എന്നിവ ഉണ്ടാകും. ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. എല്ലാ നെഗറ്റീവുകളും മാറിക്കിട്ടും എന്ന് തന്നെ പറയാം. ആരോഗ്യകാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും വന്നു ചേരുന്നതായിരിക്കും. തൊഴിലവസരങ്ങൾ വന്നു ചേരും. എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ചിങ്ങം രാശിക്കാർക്ക്. തുടർന്ന് വരുന്നത് കന്നിരാശിയാണ്. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരാണ് കന്നിരാശിയിൽ വരുന്നത്. ഈ കന്നിരാശിക്കാർക്ക് കണ്ടകശനി അനുഭവിക്കുന്ന കാലമാണ്. 7ാം ഭാവമായ കളത്രഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ്. കളത്രഭാവം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരുന്നത്. പ്രധാനമായും ശനി കർമ്മകാരകൻ കൂടിയാകുമ്പോൾ ജീവിത പങ്കാളിയുടെ അല്ലെങ്കിൽ ജാതകൻ്റെ തന്നെ തൊഴിൽ നഷ്ടമാവുകയും അതുമായി ബന്ധപ്പെട്ട് കടബാധ്യത ജീവിതത്തിൽ
പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നൊരു സമയം. കൂടാതെ പ്രതീക്ഷിക്കാത്ത ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നു ചേരുകയും വിവാഹമോചനം വരെ എത്തുന്ന പ്രശ്നങ്ങൾ, വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാവുക, ആലോചിച്ചുറപ്പിച്ച വിവാഹ ബന്ധങ്ങളിൽ നിന്ന് അവസാന നിമിഷം പിന്മാറേണ്ട അവസ്ഥ എന്നിവയൊക്കെ കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു സമയം കൂടിയാണ്. കൂടാതെ ശത്രുദോഷം വർദ്ധിക്കുന്ന സമയം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയം, ശനിയുടെ ഈ ബലഹീനത മൂലം ദാമ്പത്യ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടും, തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. പ്രണയ ജോഡികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും. ശത്രുത മാറിപ്പോകും. ഈശ്വരാനുഗ്രഹം വന്നു ചേരും. വഴക്ക് തർക്കങ്ങളൊക്കെ പരിഹരിക്കുവാൻ സാധിക്കും. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര സഹകരണങ്ങൾ ഉണ്ടാകും. ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയായിരിക്കും കന്നിരാശിക്കാർക്ക് എന്ന് പറയാം. തുടർന്ന് വരുന്നത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്നത്. ധനുരാശിക്കാർക്ക് ശനി 4-ാം ഭാവത്തിൽ അർത്ഥാഷ്ടമ ശനി അനുഭവിക്കുന്ന കാലമാണ്. ഈ അർത്ഥാഷ്ടമ ശനി എന്ന് പറയുമ്പോൾ കണ്ടകശനിയുടെ പകുതി ദോഷം ലഭിക്കുന്ന കാലം ആയതിനാൽ സാമ്പത്തിക പരാജയം, മനോവിഷമം എന്നിവ അനുഭവത്തിൽ വരുന്ന സമയം. ഒന്നിലും അധികകാലം നിലനിൽക്കുവാൻ കഴിയാത്തൊരവസ്ഥ, ഒരു വിദ്യ പഠിക്കുവാൻ തുടങ്ങിയാൽ തന്നെ അത് പൂർത്തീകരിക്കുവാൻ പറ്റാത്തൊരവസ്ഥ, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന കാലവും, പിരിഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥയും, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ, കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട ഒരവസ്ഥ എന്നിങ്ങനെ പല പ്രശ്നങ്ങളും അർത്ഥാഷ്ടമ ശനി കാലത്ത് ധനുരാശിക്കാർക്ക് അനുഭവിച്ചു വരുന്നതാണ്. ഇതിനെല്ലാം മാറ്റം വരാൻ പോകുന്നത് 2026 മാർച്ച് 7 മുതൽ ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയം ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. തൊഴിൽ പ്രവേശനം ഉണ്ടാകും. തൊഴിൽ തടസ്സം മാറിക്കിട്ടും. ജീവിതത്തിൽ സന്തോഷം, സമാധാനം എന്നിവ കൈവരികയൊക്കെ ചെയ്യും. തുടർന്ന് വരുന്നത് കുംഭം രാശിയാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ വരുന്നത്. കുംഭം രാശിക്കാർക്ക് 7ാം ശനിയുടെ അവസാന പാദശനി ദോഷകാലങ്ങളിൽ നിൽക്കുന്നൊരു സമയമാണ്. പ്രതികൂല ഫലങ്ങൾ അനുഭവിച്ച് വരുന്നവരാണ്. എന്നാൽ മാർച്ച് 7 മുതൽ കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം ഉണ്ടാകും. ശനിയുടെ ഈ ബലഹീനത കുംഭം രാശിക്കാരുടെ ജീവിതത്തിലെ സകല മേഖലകളിലും വളരെ നല്ല സ്വാധീനം ഉണ്ടാകും. ജീവിത ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. ബിസിനസ്സിൽ വളർച്ച, കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു പിടിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ, ലോൺ പോലുള്ള കാര്യങ്ങൾ എന്നിവയിൽ അനുമതി ലഭിക്കും. ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. കർമ്മമണ്ഡലത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. വാഹനലബ്ധി ഉണ്ടാകും. ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. ദാമ്പത്യ കുടുംബജീവിതം സന്തോഷപൂർണ്ണമാകും. എന്തുകൊണ്ടും കുംഭം രാശിക്കാർക്ക് അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത്. മാർച്ച് 7 കഴിഞ്ഞ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാൻ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പ്രവർത്തന തടസ്സങ്ങൾ, ശത്രുദോഷം എന്നിവയൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ ഒരു സമയം ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് വരുന്നത് മീനം രാശിയാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ വരുന്നത്. മീനം രാശിക്കാർക്ക് നിലവിൽ ജന്മശനി ദോഷം അനുഭവിച്ചു വരുന്ന കാലമാണ്. തീർത്തും അപകടകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. പ്രധാനമായും തൊഴിൽ നഷ്ടമാവുക, വലിയ കടബാധ്യത ഉണ്ടാവുക, നിലനിൽക്കുവാൻ വേണ്ടി വീണ്ടും കടം വാങ്ങേണ്ട അവസ്ഥ, കുടുംബം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം താറുമാറായി പോവുക, ദമ്പതികൾ, സന്താനങ്ങൾ എന്നിവരുമായിട്ടൊക്കെ പിരിഞ്ഞു കഴിയേണ്ട അവസ്ഥ ഉണ്ടാവുക എന്ന് വേണ്ട പല രീതിയിലും പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു സമയം. ജീവിതത്തിൽ ഒറ്റപ്പെടുക, അതുമൂലം മാനസിക വിഷമങ്ങൾ ഉണ്ടാവുക, ഏകാന്തത അനുഭവിക്കുക, ലഹരിക്ക് അടിമകളായി പോവുക എന്നിങ്ങനെ ജീവിതം മൊത്തത്തിൽ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന കാലമാണ്. എന്നാൽ ഈ മാർച്ച് 7 മുതൽ ഇതിനൊക്കെ മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കേണ്ടത്, എന്താണോ നഷ്ടമായത്, അതൊക്കെ തിരികെ പിടിക്കുവാൻ മാർച്ച് 7 മുതൽ ശ്രമിക്കുന്നത് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കും. തൊഴിൽ, ദാമ്പത്യം എന്നിവയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. വിചാരിച്ച കാര്യങ്ങൾ തീർത്തെടുക്കുവാൻ കഴിയും. തടസ്സത്തിൽ കിടക്കുന്ന പ്രവർത്തികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ വിജയിക്കുകയും ലാഭം ഉണ്ടാവുകയും ചെയ്യും. ഈ രീതിയിലായിരിക്കും മാർച്ച് 7 മുതൽ ശനിയുടെ ബലം കുറയുന്നത് മൂലം 7 രാശിക്കാർക്ക് വരുന്ന ശുഭഫലങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ
വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.